ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അത് തന്നെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുകയാണേ. അപ്പോൾ വേണ്ടത് ഒരു ഗോൾഡൻ ബീഡ് വേണം. 0 mm ഒരു ടൈപ്പും പിന്നെ ഒരു 0.1 mm സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പേൾ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു പീച്ച് കളറിലെ പേൾ ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കമ്പി ആവശ്യമുണ്ട്. ഈ ഗോൾഡൻ കമ്പിയിൽ നമുക്ക് ഫസ്റ്റ് 0 mm ഗോൾഡൻ ബീഡ്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 0 mm ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാവർക്കും ഈ ബാക്ക്ഗ്രൗണ്ട്? ഇഷ്ടമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി ഒരു പീച്ച് കളർ പേൾ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സൈഡിലും കൂടെ കൂട്ടിയിട്ട് ഒത്തിട്ട് കൊടുത്ത് നമുക്കിങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം. സെൻറ്റർ പോർഷനിലാക്കിയിട്ട് താഴേക്ക് കൊണ്ടുവന്ന് അത് നല്ലതുപോലെ ടൈറ്റാക്കി കൊടുക്കണേ. അത് വലിച്ച് ആ മിഡിൽ പോർഷനിൽ കൊണ്ടുവന്ന് നല്ലതുപോലെ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് രണ്ട് കമ്പികളും രണ്ട് സൈഡിലോട്ട് സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ സൈഡിൽ കൂടെ 0.1 അല്ല 0 mm ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലും ഓരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും ഓരോ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 4-5 പേൾ ബീഡ്സ് അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇയറിങ്ങിൻ്റെ സൈസ് അനുസരിച്ച് 3 or 4 ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പേൾ ബീഡ്സാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. രണ്ട് സൈഡിലും 4 വീതം ഇട്ട് കൊടുക്കാം. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലൈക്കും കൂടി ഇടണേ. രണ്ട് സൈഡിലും 4 പേൾ ബീഡ്സ് വീതം ഇട്ട് കൊടുക്കുക. 4 ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 0 mm ഗോൾഡൻ ബീഡ്സ് രണ്ട് സൈഡിലും ഓരോന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ സൈസ് ഗോൾഡൻ ബീഡ്സ് രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അടുത്ത 1 mm ഗോൾഡൻ ബീഡ് രണ്ട് സൈഡും കൂടെ ഒത്ത് വെച്ചിട്ട് ഒരു 1 mm ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഒരു ഗോൾഡൻ ബീഡ് ഇങ്ങനെ വെച്ചിട്ട് അത് താഴോട്ടാക്കി നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു റൗണ്ട് നോസ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കുക. നമുക്കവിടെ ഇയറിങ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഒരു ഗോൾഡൻ കമ്പി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ നമുക്കൊരു ഷേപ്പാക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ നമ്മുടെ കമ്മലാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇയറിങ് ഹൂക്കിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഇയറിങ് ഹൂക്കാണ് എടുത്തിരിക്കുന്നത്. ആ ഹൂക്കിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. നല്ലപോലെ ടൈറ്റാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കൊരു ഇയറിങ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വേറൊരു കളർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ഇട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ വീഡിയോ? കണ്ടോ, എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം ഇതേപോലത്തെ ഇയറിങ്സ്. അപ്പോൾ തന്നെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.